വേദനാജനകമായ കാര്യം. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊരു പ്രശ്നമായിരുന്നു പൗരത്വ പ്രശ്നം. നിങ്ങളുമായി പല സന്ദർഭങ്ങളിലും പൗരത്വ പ്രശ്നത്തിൽ ഞാൻ സമരരംഗത്ത് വന്നിട്ടുണ്ട്. പൗരത്വ പ്രശ്നത്തിൽ എന്തായിരുന്നു? പൗരത്വ പ്രശ്നത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഇങ്ങോട്ട് വരുന്ന എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെ പൗരത്വം നൽകും. പക്ഷെ ഒരു മതത്തിന്റെ പേര് മാത്രം വിട്ടുപോയി, അത് മുസ്ലിം എന്നത്. ഇപ്പൊ ഈ ബില്ലിനെ എടുത്തു നോക്കൂ. ഈ ബില്ലിനകത്ത് ഒരു ബില്ലിൽ പല ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ബില്ലിനകത്തെ മുള്ള് എന്താണെന്ന് ചോദിച്ചാൽ, വഖഫിന്റെ പുതിയ സമിതിയിൽ മുസ്ലിം അല്ലാത്ത രണ്ടാളുകൾ ഉണ്ടാകണം എന്ന ഒരു വരി എഴുതി. അതുകൊണ്ടെന്താ കാര്യം? അപ്പൊ അത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇന്ത്യയിലേക്ക് വരാം, മുസ്ലിം ഒഴികെ. ഇപ്പൊ എഴുതി വച്ചിരിക്കുന്നു ഒരു കമ്മിറ്റി ഉണ്ടാകണം, ആ കമ്മിറ്റിയിൽ മുസ്ലിം അല്ലാത്ത രണ്ടുപേരുണ്ടാകണം. അപ്പൊ എവിടെയെല്ലാം മുസ്ലിമിനെ ഒന്ന് കുത്തി നോവിക്കുക ലാഭകരമായ ഒരു രാഷ്ട്രീയ വ്യവഹാരമാണ്, വിനിമയമാണ് എന്ന സ്ഥിതി ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടായി. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരികളുമായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ലാഭകരമല്ല എന്ന് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും മതവിശ്വാസികളാവട്ടെ അല്ലാത്തവരാവട്ടെ ഇത്തരത്തിലൊരു മതത്തെ ഒരു മുള്ളുകൊണ്ട് കുത്തി അവർ വേദനിക്കുമ്പോൾ ചിരിക്കുന്നവരല്ല ഞങ്ങളെന്ന് ഈ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം ആളുകളെയും ബോധ്യപ്പെടുത്തുന്നതിലൂടെയാണ് ഇത്തരം നീക്കങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വേദന അനുഭവിക്കുന്നവരെ മാത്രം അവരോട് സംസാരിച്ച പോരാ, മറിച്ച് ഭരണകൂടം ആഗ്രഹിക്കുന്നത് എതിർ വിഭാഗത്തിൽപ്പെട്ടവർ ഇതിൽ വളരെ തുള്ളിച്ചാടുന്നു എന്നുള്ളതാണ്. അവര് പറയുകയാണെന്നിരിക്കട്ടെ, ഞങ്ങൾക്കിതിൽ യാതൊരു താല്പര്യവുമില്ല. വഖഫിന്റെ കമ്മിറ്റിയിൽ 2 നോൺ മുസ്ലിംസ് ഉണ്ടായതുകൊണ്ട് അതിലെന്ത് പ്രസക്തിയാണുള്ളത്? ദേവസ്വം ബോർഡിൽ 2 മുസ്ലിം അംഗങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇവിടെ മുസ്ലിം സമുദായത്തിന് എന്താണ് കാര്യം? ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ 2 ക്രിസ്ത്യാനികൾ ഉണ്ടാകണം എന്നെഴുതി വെച്ചതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് എന്താണ് കാര്യം? അപ്പൊ അതുകൊണ്ട് മതസ്ഥാപനങ്ങളിൽ ഇതര മതസ്ഥരുണ്ടാകണം എന്ന ഒരു വ്യവസ്ഥയിലൂടെ ആ വ്യവസ്ഥ കൊണ്ടുവന്നാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാം എന്ന് കരുതുന്ന ആളുകൾക്കെതിരായ സമരം ദീർഘകാല അടിസ്ഥാന